മുട്ടത്തി എന്നിട്ട് തുടങ്ങനാട് വഴി നേരെ പാലായിക്ക് പോകുന്ന കാലത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു മര. അത് പഴയ ആൾക്കാർ അത് കണ്ടിട്ടുണ്ടാവും. ഒരു 8 ഇപ്പൊ അതില്ല. ഇപ്പൊ ആ മരം തന്നെ മുറിച്ച് കളഞ്ഞു. അത് അന്ന് ഏഷ്യാനെറ്റിലൊക്കെ വന്നു, അത് ആൾക്കാരെ കുത്തും പശുവിനെ കുത്തും എന്നൊക്കെ പറഞ്ഞിട്ട് അത് വെട്ടിക്കളഞ്ഞു. ആ മരവും ഇല്ല, ആ മരത്തിലുള്ള ഈച്ചകളും ഇപ്പൊ അവിടെ ഇല്ല. വേറെ എവിടെയും അതുണ്ടാവും. അപ്പോൾ ഈ ഇനം തേനീച്ച നമ്മുടെ ഇവിടുത്തെ ഗ്രാമപ്രദേശങ്ങളിലുണ്ട്. നമ്മളിപ്പോൾ ഹൈ റേഞ്ചിലേക്ക് ചെന്നാൽ അവിടെ തേക്കടിയിലോട്ട് ചെന്നാലും നമുക്കിതിനെ കാണാം. ഏതാണ്ട് 100 മുതൽ 150 കിലോ വരെ തേൻ ഒരു വർഷം കൂട്ടിൽ സംഭരിക്കാൻ കഴിവുള്ള ഇനം തേനീച്ചയാണിത്. എപ്പിസ് ഡോഴ്സേറ്റ എന്നാണ് അതിൻ്റെ ശാസ്ത്രീയ നാമം. നമ്മളതിനെ പല പേരിട്ട് വിളിക്കും. ചിലരതിനെ പാറത്തൂക്കൻ എന്ന് വിളിക്കും, ചിലരതിനെ പെരുന്തേനീച്ച എന്ന് വിളിക്കും, ചിലരതിനെ കടന്നൽ തേനീച്ച എന്ന് വിളിക്കും. പലരും പല നാട്ടിൽ പല പേരിൽ അത് അറിയപ്പെടുന്നു. സയന്റിഫിക്കായിട്ട് ശാസ്ത്രീയമായിട്ട് അതിനെ നമ്മൾ വിളിക്കുന്ന പേര് എന്ന് പറയുന്നത് എപ്പിസ് ഡോഴ്സേറ്റ എന്നാണ്. ഇതിനെ നമ്മൾ എങ്ങനെ തിരിച്ചറിയും? ഇതിൻ്റെ പ്രത്യേകതകൾ: ഇത് തുറസായ സ്ഥലങ്ങളിലെ സാധാരണ കൂടുണ്ടാക്കാറുള്ളൂ. ഇരുണ്ട മാളങ്ങളിൽ സാധാരണ ഇത് കൂടുണ്ടാക്കുന്നില്ല. മാത്രമല്ല, ഇത് ഒരിടത്തിരുന്നാൽ സ്ഥിരമായിട്ട് ഒരിടത്തിരിക്കുന്ന സ്വഭാവം ഇയാൾക്കില്ല. കുറച്ച് നാളെ ഒരിടത്തിരിക്കുള്ളൂ, പിന്നെ അത് പറന്നു പോകും. വേറൊന്ന്, ഈ ഇനം തേനീച്ചയെ സംബന്ധിച്ചിടത്തോളം ഇത് നമുക്കറിയാം വളരെ ആക്രമണ സ്വഭാവമുള്ളതാണ്. ഇതിന് ഒരടയുണ്ടാവും. ഈ 3 പ്രത്യേകതകളാണുള്ളത് ഇതിന്. തുറസായ സ്ഥലങ്ങളിൽ കൂടുണ്ടാക്കൂ, ഒരടയെ, ഒരു കോമ്പ്, ഒരു റാഗലേ ഉണ്ടാവുള്ളൂ. സ്ഥിരമായിട്ടുള്ളതിരിക്കുന്ന സ്വഭാവമില്ല. അതുകൊണ്ട് ഇതിനെ കൂട്ടിൽ ഇണക്കി വളർത്തുക സാധ്യമല്ല. കാരണം സ്ഥിരമായിട്ടിരിക്കില്ല, അടഞ്ഞെടുത്തിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനെ നമുക്ക് കൂട്ടിലിണക്കി വളർത്താൻ പറ്റില്ല. ഇതിനോട് സമാനമായ മറ്റൊരു ഇനം തേനീച്ചയും നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായിട്ട് നമുക്ക് കാണാം. ജാതിയുടെ കമ്പയിലോ കുരുമുളക് കാതിലോ അല്ലെങ്കിൽ കൊങ്ങിണിയുടെ കമ്പലോ മുല്ലവള്ളിയിലോ ഓലക്കാതിലോ കുറ്റിച്ചെടികളിലോ കൂടുണ്ടാക്കുന്ന കോൽ തേനീച്ച. ഇതിനെ കോൽ തേനീച്ച അഥവാ കൊമ്പ് തേനീച്ച എന്ന് വിളിക്കും. ഇന്ത്യൻ ലിറ്റിൽ ബീസ് എന്നാണ് ഇവ അറിയപ്പെടുക. ഈ ഇനം തേനീച്ചയ്ക്കും ഇതിൻ്റെ അതേ സ്വഭാവമാണുള്ളത്. ഇതിൻ്റെ സ്വഭാവം ഒരടയേ ഉള്ളൂ. കൊമ്പ് തേനീച്ചയ്ക്ക് അല്ലെ കോൽ തേനീച്ചയ്ക്കും ഒരടയേ ഉള്ളൂ. അത് തുറസായ സ്ഥലങ്ങളിലേ ഇരിക്കുള്ളൂ. കോൽ തേനീച്ചയും തുറസായ സ്ഥലങ്ങളിലേ ഇരിക്കുന്നുള്ളൂ. സ്ഥിരമായിട്ടുള്ളത് ഇരിക്കില്ല. കോൽ തേനീച്ച അങ്ങനെയാണ്, സ്ഥിരമായുള്ളത് ഇരിക്കില്ല. അപ്പം സ്വഭാവത്തിൽ ഇത് സമാനമാണ്, രണ്ടും ഒരുപോലെയാണ്. തേനുൽപാദനത്തിലോ ഭയങ്കര വ്യത്യാസം. ഇവിടെ കോൽ തേനീച്ചയിൽ അത് പരമാവധി ഒരു 400 മില്ലി തേനൊക്കെ ഉൽപ്പാദിപ്പിക്കും, അത്രേ ഉള്ളൂ. ഭയങ്കര ഔഷധ ഗുണമുള്ള, വളരെ സ്വീറ്റ് ആയിട്ടുള്ള, നല്ല മധുരമുള്ള ഇനം തേനാണത്. അപ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തിൽ എവിടെയെങ്കിലും അതുണ്ടെങ്കിൽ നമുക്ക് അതിനെ എടുക്കാം, അത്രേ ഉള്ളൂ. കുത്തുമെന്ന് ചോദിച്ചാൽ കുത്തും. നേരത്തെ അത്രയും പറഞ്ഞ അഗ്രസീവ്, അത്രയ്ക്കേറെ ആക്രമണ സ്വഭാവം ഒന്നും ഇയാൾക്കില്ല. ഇയാൾ കുത്തിയാൽ നമുക്കൊരു കട്ടുറുമ്പ് പേടിക്കുന്ന വേദന എടുക്കുക, അത്രേ ഉള്ളൂ. അത്യാവശ്യം ഒരു ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് സ്വയമായിട്ട് തേൻ എടുക്കാവുന്നതേ ഉള്ളൂ. ചെറിയൊരു സ്മോക്ക്, പുക കൊടുക്കുക, അതിനൊരു കത്തി കൊണ്ടെങ്കിൽ മുറിച്ചെടുത്താൽ നമുക്ക് ഒരു പ്ലേറ്റിനകത്തേക്ക് എടുത്താൽ ഒരു 1/2 ഗ്ലാസ് അല്ലെങ്കിൽ 1 ഗ്ലാസ് തേൻ കിട്ടും, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഒരിടത്ത് പരിസരത്ത് ഇതിനെ കണ്ടാൽ ഒഴിവാക്കേണ്ടതില്ല. അത് അത്രയ്ക്കേറെ അപകടകാരിയൊന്നുമല്ല. അപ്പം ഇതിനെ രണ്ടിനെ നമുക്ക് വളർത്താൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞു, സ്ഥിരമായിട്ടുള്ളതിരിക്കുന്ന സ്വഭാവം അയക്കില്ലാത്തതുകൊണ്ട് വളർത്താൻ പറ്റില്ല. ഇരുണ്ട മാളങ്ങളിൽ ഇരിക്കുകയില്ല. അപ്പോൾ പെട്ടിക്കകത്തൊന്നും ആക്കി വെക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഈ വളർത്തുന്നത് ആരെയാണ്? നമ്മൾ വളർത്തുന്നത് സമാന്തരമായി 6, 8, 10, 12, 14 അടകൾ, കോമ്പുകൾ ഇങ്ങനെ കെട്ടിവെക്കുകയും ഇരുണ്ട മാളങ്ങളിൽ ഇരിക്കുകയും ഒരിടത്തിരുന്നാൽ ഏറെക്കാലം അവിടെ ഇരിക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു വിഭാഗം തേനീച്ച നമുക്കുണ്ട്. ഇതിനെയാണ് നമ്മൾ പണ്ട് പോലെ വളർത്തിയിരുന്നത്. ഇതിനെ നമ്മൾ വൻതേനീച്ച എന്ന് ചിലർ വിളിക്കാറുണ്ട്, കുറ്റിപ്പല്ലി എന്ന് ചിലർ വിളിക്കാറുണ്ട്, ഞൊടിയൻ എന്ന് ചിലർ വിളിക്കാറുണ്ട്, ഞൊടിയൽ എന്ന് വിളിക്കാറുണ്ട്, പുറ്റു തേനീച്ച എന്ന് വിളിക്കാറുണ്ട്. പല പേരിൽ ഇയാൾ അറിയപ്പെടുന്നുണ്ട് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ. ഏതായാലും അതിൻ്റെ ശാസ്ത്രീയ നാമം എപ്പിസ് സെറാന ഇൻഡിക്ക എന്നാണ്. കോൽ തേനീച്ചയുടേത് എപ്പിസ് ഫ്ലോറിയ എന്നാണ്. ഇതിൻ്റെ പേര് എപ്പിസ് സെറാന ഇൻഡിക്ക എന്നാണ്. ആ ഇനം തേനീച്ചയാണ് പണ്ട് പോലെ നമ്മൾ വളർത്തിയിരുന്നത്. അത് ശരാശരി ഒരു 10 മുതൽ 15 കിലോഗ്രാം തേൻ വരെ ഒരു കൂട്ടിൽ ഒരു വർഷം ഉൽപ്പാദിപ്പിക്കും. നമ്മൾ സാധാരണ പെട്ടിയിലൊക്കെ വളർത്തുന്ന തേനീച്ച ഇതാണ്. എന്നാൽ 1992 കാലഘട്ടത്തിൽ ഈ ഇനം തേനീച്ചകൾക്ക് ഒരു വൈറൽ രോഗബാധയുണ്ടായി. ഈ വൈറൽ രോഗബാധയിൽ ഇന്ത്യയിലെ ഏതാണ്ട് 90% കൂടുകളെ അത് ബാധിക്കുകയും അങ്ങ് നോർത്ത് ഇന്ത്യ മുതൽ ഇങ്ങ് സൗത്ത് ഇന്ത്യ വരെയുള്ള തേനീച്ച കൂടുകൾ തുടർ വർഷങ്ങളിൽ സ്ഥിരമായി രോഗബാധയേറ്റ് നശിക്കുകയും ചെയ്തു. അങ്ങനെ വന്നപ്പോൾ തേനീച്ച വളർത്തലിൽ ഉപജീവനം കണ്ടിരുന്ന മനുഷ്യരെ സംബന്ധിച്ച് അതൊരു വല്ലാത്ത നിരാശയായതുകൊണ്ട് അക്കാലത്ത് ഈ രോഗത്തോട് പ്രതിരോധ ശേഷിയുള്ള മറ്റൊരു ഇനം തേനീച്ചയെ നമ്മൾ ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്ത് വളർത്തും. ഇതാണ് നമ്മൾ ഇറ്റാലിയൻ തേനീച്ച എന്ന് വിളിക്കുന്ന യൂറോപ്യൻ തേനീച്ച അഥവാ എപ്പിസ് മെല്ലിഫറ. നമ്മൾ ഞൊടിയൻ തേനീച്ചയെ എപ്പിസ് സെറാന ഇൻഡിക്ക എന്ന് വിളിക്കുമ്പോൾ ഇറ്റാലിയൻ തേനീച്ചയെ എപ്പിസ് മെല്ലിഫറ എന്നാണ് വിളിക്കുക.
എപ്പിസ് മെല്ലിഫെറയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു കൂട്ടിൽ ശരാശരി 40-60 കിലോ തേൻ ഒരു വർഷം സമ്പാദിക്കും. അപ്പോൾ വളർത്താൻ എളുപ്പവുമാണ്, കൂടുതൽ തേനും കിട്ടി. കേരളത്തെ സംബന്ധിച്ച് നമ്മളിത് വളർത്തി നോക്കിയിട്ടുണ്ട്, പക്ഷേ കേരളത്തിൽ അത് കിളച്ച് പിടിച്ചില്ല. ഇപ്പൊ കേരളത്തിൽ ആരും തന്നെ ഇറ്റാലിയൻ തേനീച്ചയെ വളർത്തുന്നില്ല. ആരെങ്കിലുമൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ അതൊരു തമാശന് വളർന്നത്. എനിക്കൊരു 20 കൂടെ ഉണ്ടായിരുന്നു, ഞാൻ 2 തവണ വളർത്തിയതാണ്, അത് പരാജയമാണ്, ഞാനിപ്പോൾ വളർത്തുന്നില്ല. എൻ്റെ പെട്ടിയും കുറേ റീപ്പറൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, അത്രേ ഉള്ളൂ. വളരെ വലിയ പെട്ടിയാണ്, നന്നായിട്ട് തേനൊക്കെ കിട്ടാവുന്നതാണ്, പക്ഷെ നമ്മുടെ ഇവിടെ അത് ശരിയാവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ ഇപ്പോൾ ആരും ഇറ്റാലിയൻ തേനീച്ചയെ വ്യാപകമായി വളർത്തുന്നില്ല. ആരെങ്കിലും വളർത്തുന്നുണ്ടെങ്കിൽ ചുമ്മാ കൗതുകത്തിന് ഇങ്ങനെ വീട്ടിലൊന്നും വളർത്തി തീറ്റ കൊടുത്ത് വളർത്തുന്നുള്ളൂ, തേനൊന്നും അതിന് കിട്ടുകയില്ല. എന്നാൽ നോർത്ത് ഇന്ത്യയിൽ ഇപ്പോഴും വ്യാവസായികമായ തേൻ ഉൽപ്പാദനത്തിന് വളർത്തുന്നത് ഇറ്റാലിയൻ തേനീച്ചയാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഇറ്റാലിയൻ തേനീച്ച അത് ക്ലച്ച് പിടിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ വീണ്ടും നമ്മൾ പണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഞൊടിയൻ തേനീച്ചയിൽ അവശേഷിച്ച കോളനികളെ വീണ്ടും വിഭജിച്ച് വലുതാക്കിയെടുത്ത് ഇപ്പോൾ നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ തേനീച്ച എന്ന് വിളിക്കുന്ന എപ്പിസ് സെറാന ഇൻഡിക്ക തന്നെയാണ് കേരളത്തിൽ വ്യാപകമായി നമ്മൾ വളർത്തുന്നത്. എനിക്ക് ഏതാണ്ട് 600 മേളിൽ ഞാൻ ഇന്ത്യൻ തേനീച്ച വളർത്തുന്നുണ്ട് ഇവിടെ തന്നെ, നമുക്ക് നമ്മുടെ ഇതിലായിട്ട് നമ്മൾ വളർത്തുന്നുണ്ട്. അപ്പോൾ ഈ 4 ഇനം തേനീച്ചകളും ഏതൊക്കെ? എപ്പിസ് ഡോഴ്സേറ്റ, എപ്പിസ് ഫ്ലോറിയ, എപ്പിസ് സെറാന ഇൻഡിക്ക, എപ്പിസ് മെല്ലിഫെറ. ഇതെല്ലാം വരുന്നത് എപ്പിസ് എന്ന ജനുസിലാണ്. എപ്പിസ് എന്ന ജനുസിലാണ് ഇത് വരുന്നത്. ഇതിനെ വളർത്തുന്ന കലയുടെ പേരാണ് എപ്പിക്കൾച്ചർ. കുത്തുന്ന ഇനം തേനീച്ചകളെ നമ്മൾ വളർത്തുന്ന കലയുടെ പേര് എപ്പിക്കൾച്ചർ എന്നാണ്. എപ്പിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ ബീ കീപ്പിംഗ്, തേനീച്ച വളർത്തലിനെ അർത്ഥമുള്ളൂ. ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ മറ്റൊരിനം തേനീച്ച നമ്മുടെ നാട്ടിലുണ്ട്. നമ്മൾ ചെറു തേനീച്ച എന്ന് വിളിക്കുന്ന, നമ്മുടെ വീടിന്റെ ഭിത്തിയിലോ അല്ലെങ്കിൽ സ്വിച്ച് ബോർഡിലോ മീറ്റർ ബോർഡിലോ മരപ്പൊത്തിലോ അല്ലെങ്കിൽ ഗേറ്റിലോ അല്ലെങ്കിൽ ഡ്രസ് വർക്കിന്റെ പൊത്തിനകത്തൊക്കെ ഇരിക്കുന്ന കൊതുകിനോളം പോകുന്ന ഒരു ഇനം ചെറുതേനീച്ച. ഈ ഇനം തേനീച്ച ഇത് പണ്ടുകാലം മുതലേ നമ്മൾ വളർത്തിയിരുന്ന, വ്യാപകമായി കേരളത്തിൽ ഇതിനെ വളർത്തി, പക്ഷെ വ്യാവസായികമായി ആരും തന്നെ വളർത്തിയിരുന്നില്ല. കേരളത്തിൽ പഴയ വീടുകളിലൊക്കെ ഇത് തൊഴുത്തിന്റെ ഇറയത്തോ ഒരു മരമുട്ടിക്കകത്തോ ഒരു മുളന്തണ്ടിനകത്തോ ഒരു കലത്തിനകത്തോ ഒരു തടിപ്പെട്ടിക്കകത്തോ എന്തിനകത്തെങ്കിലുമൊക്കെ ആക്കി നമ്മൾ ഒന്നിൽ തൊഴുത്തിന്റെ ഇറയത്തോ അല്ലെ വീടിന്റെ തന്നെ ഇറയത്തോ അല്ലെങ്കിൽ വിറകുപേരയുടെ സൈഡിലോ ഒക്കെ ഒരു കൂടിനകത്താക്കി. എന്തെല്ലാം തരം കൂടുണ്ടോ നമുക്ക് പറയാൻ പറ്റില്ല. അത് തടിയാകാം, കല ആകാം, ചട്ടിയാകാം, മുളന്തണ്ടാവാം, പൈപ്പാവാം, അങ്ങനെ പല സ്ഥാനത്താണ് നമ്മൾ ഇതിനെ വളർത്തിയത്. ഈ ഇനം തേനീച്ച, ഇതിനെ സംബന്ധിച്ച് അതിൻ്റെ ഒരു പ്രത്യേകത, വളരെ കുറച്ച് തേനേ ഉള്ളൂ, പക്ഷേ അതീവമായ ഔഷധ മൂല്യമുള്ള തേൻ ഉൽപ്പാദിപ്പിക്കുന്ന ഇനം തേനീച്ചയാണ്. ഈ ഇനം തേനീച്ചയെ നമ്മൾ ആരും തന്നെ വ്യാവസായികമായോ അല്ലെങ്കിൽ പ്രാധാന്യം കൊടുത്തോ വളർത്തിയിട്ടില്ല. നമ്മൾ ഇന്ന് അതിനെക്കുറിച്ചാണ് കൂടുതലും പറയാൻ ആഗ്രഹിക്കുന്നത്, ചെറുതേനീച്ചയെക്കുറിച്ച്. അതിൻ്റെ വ്യാവസായിക സാധ്യത, അതിനെ നമുക്ക് എങ്ങനെ ശാസ്ത്രീയമായി വളർത്തിക്കൊണ്ടുവരാം.